അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, വീണ്ടും ഒരിക്കൽ കൂടി വിശുദ്ധ റമദാനുമായി ഒത്തുചേരുവാനും സഹകരിക്കുവാനും നമുക്ക് അവസരമൊരുക്കപ്പെട്ടിരിക്കുകയാണ്. ഷഹ്റു റമദാൻ ഷഹ്റുൽ മഗ്ഫിറയാണ്, പാപമോചനം ലഭ്യമാകുന്ന മാസമെന്നർത്ഥം. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും നിരവധി തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. പടച്ചതമ്പുരാനോട് ഖേദിച്ച് മടങ്ങാൻ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. കാരണം പാപമോചനത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നിട്ടിരിക്കുകയാണ്. അള്ളാഹുവോട് പശ്ചാത്തപിക്കുമ്പോൾ 3 നിബന്ധനകൾ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ചെയ്യുന്ന തിന്മകളിൽ നിന്ന് ഒഴിവാവുക എന്നതാണ്. രണ്ടാമത്തേത്, ചെയ്തു പോയ തിന്മകളെ സംബന്ധിച്ച് വ്യക്തമായൊരു ബോധവും ധാരണയും ഉണ്ടാകുന്നതോടൊപ്പം ഖേദവും കുറ്റബോധവും ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത്തേത്, ചെയ്തു പോയ തെറ്റുകളിലേക്ക് മേലിൽ ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടി പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയണം. ഇനി ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തിന്മകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ അത് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തോട് വിട്ടുവീഴ്ചക്ക് ആവശ്യപ്പെടുകയും എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ ആത്മാർത്ഥതയോടെ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം നമ്മൾ ആവശ്യപ്പെടണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ വിശുദ്ധമായ റമദാൻ ശരീഫിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും, അതിന് ഉത്തരം നൽകും. നമുക്ക് പാപമുക്തമായ സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ച് മുന്നേറാൻ കഴിയുകയും ചെയ്യും. പാപമുക്തരായ കുറ്റമറ്റ ഒരു ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുക്കുവാനുള്ള അവസരം ഒരുക്കപ്പെടുന്ന സാഹചര്യത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്ന സൗഭാഗ്യശാലികളിൽ നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയണം. റബ്ബ് സുബ്ഹാൻ അത്തരത്തിൽ ആത്മാർത്ഥതയോട് പശ്ചാത്തപിച്ച് മടങ്ങി വിജയം വരിക്കുന്ന സൗഭാഗ്യശാലികളിൽ എന്നെയും നിങ്ങളെയും നാം ഓരോരുത്തരെയും ലോക മുസ്ലിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.